നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യൻ മാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറിയിരിക്കുകയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ നോക്കുന്ന ഭരണകൂടത്തിന്റെ ജിഹ്വകളാകാൻ മത്സരിക്കുന്ന മാധ്യമങ്ങൾക്ക് ബംഗ്ലാദേശിനെ കുറിച്ച് പറയാൻ 100 നാക്കാണെന്ന് തന്നെ പറയാം. മണിപ്പൂരിലെ ആക്രമണങ്ങളും രാജ്യത്തുടനീളം മസ്ജിദുകൾക്ക് നേരെയും ബീഫിന്റെ പേരിലും മറ്റും നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളുമെല്ലാം മൂടിവെക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് അയലത്തെ കുറ്റവും കുറവും പറഞ്ഞ് ബാലൻസ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാവണം ഇന്ത്യൻ മാധ്യമങ്ങൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ ഇന്നലെ ഒരു ഹർജി ഫയൽ ചെയ്യുക പോലും ഉണ്ടായി. അത്രമേൽ വ്യാജ വാർത്തകളുമായാണ് ഓരോ ദിവസവും ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തിറങ്ങുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ ക്രൂരമായ വേട്ടയാടൽ നടക്കുന്നു എന്നതാണ് മാധ്യമങ്ങളുടെ കേന്ദ്രബിന്ദു. ക്ഷേത്രങ്ങൾ പൊളിക്കുന്നുവെന്ന് പറഞ്ഞ് വീഡിയോകൾ പുറത്തിറക്കി സാമൂഹിക മാധ്യമങ്ങളും അരങ്ങു തകർക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏറെ വൈറലായ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു ക്ഷേത്രം തകർത്തു എന്ന് അവകാശപ്പെടുന്ന വീഡിയോ ഇന്നലെ ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ പുറത്തു വന്നത് മുസ്ലിങ്ങൾ പള്ളിക്ക് സമീപം പടുത്തുയർത്തിയ കെട്ടിടം അവർ തന്നെ പൊളിച്ചു മാറ്റുന്നതിൻ്റെ ദൃശ്യമാണ് എന്നാണ്. ഹിന്ദു സംഘടനയായ ഇസ്കോൺ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ചിന്മയ് കൃഷ്ണദാസ് ആരാണെന്ന് നമുക്ക് പിന്നാലെ പറയാം. ഫേസ്ബുക്ക് വഴിയായിരുന്നു പ്രചാരണം. ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു എന്നും ഇന്നലെ ബംഗ്ലാദേശിലെ വിവിധ നഗരങ്ങളിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ഹിന്ദു ഭക്തരെ മർദ്ദിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് കാണുക എന്നുമുള്ള തലക്കെട്ടുകൾ നൽകിയാണ് പലരും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. നിരവധി പേരാണ് വീഡിയോക്ക് താഴെ വിദ്വേഷ കമന്റുകളുമായി എത്തിയത്. എന്നാൽ വീഡിയോയുടെ കീ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ചിൽ പരിശോധന നടത്തിയപ്പോൾ 2024 ഓഗസ്റ്റിൽ പുറത്തു വന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് വ്യക്തമാണ്. ബംഗ്ലാദേശിലെ കാസിപൂർ ഗ്രാമത്തിൽ നാട്ടുകാർ അവിടുത്തെ പ്രാദേശിക പള്ളി ഇമാമിനെ പുറത്താക്കിയെന്ന വാർത്തയ്ക്ക് ഒപ്പമുള്ളതായിരുന്നു ഈ വീഡിയോ. തുടർന്ന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ന്യൂസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ മെട്രോ TV ന്യൂസ് പോർട്ടൽ 2024 ഓഗസ്റ്റ് 29 പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടും ലഭിച്ചു. ഒരു പതിറ്റാണ്ടിലേറെക്കാലം അവിടുത്തെ പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അലി ഖാസി എന്ന വ്യക്തി 2004 മരിച്ചപ്പോൾ അനുയായികൾ അദ്ദേഹത്തിന്റെ സ്മരണക്കായി പള്ളിയോട് ചേർന്ന് ഒരു കെട്ടിടം നിർമ്മിച്ചു. എന്നാൽ ഈ സ്ഥലം പിന്നീട് മയക്കുമരുന്ന് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയതോടെ ഗ്രാമവാസികൾ ചുറ്റിക, പാര എന്നിവ ഉപയോഗിച്ച് കെട്ടിടം തകർക്കുകയായിരുന്നു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. വൈറൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് വാർത്ത. കൂടാതെ കാസിപൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് ഷാഹിദുൽ ഇസ്ലാം കെട്ടിടം തകർത്തതുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ പ്രതികരണം ബംഗ്ലാദേശ് മാധ്യമമായ കലേർ കാന്തോയും വാർത്തയാക്കിയിട്ടുണ്ട്. അതായത് വൈറലായ വീഡിയോയിലുള്ള തൊപ്പിയിട്ട മനുഷ്യർ തകർക്കുന്നത് ഹിന്ദു ക്ഷേത്രമല്ല, മുസ്ലിം പള്ളിയോട് ചേർന്നുണ്ടാക്കിയ കെട്ടിടമാണ്. ഷേഖ് ഹസീനക്കെതിരായ സമരവേളയിൽ പുറത്തിറങ്ങിയ ക്ഷേത്രം തകർക്കുന്ന വീഡിയോയിൽ ഏറെയും വ്യാജമാണെന്ന് അന്ന് തന്നെ വെളിപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ വീഡിയോയും ഫാക്ട് ചെക്കിലൂടെ പൊളിച്ചടക്കിയിരിക്കുന്നത്. ദേശീയ പതാക അവഹേളിച്ചതിന് ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തതും പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങളുമാണ് വീണ്ടും ബംഗ്ലാദേശിനെ സംഘർഷഭരിതമാക്കിയത്. ഈ സംഘർഷത്തിൽ പോലും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയോ സാധാരണ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൃഷ്ണദാസിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ടതുപോലും മുസ്ലിം ആയിരുന്നു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ സൈഫുൽ ഇസ്ലാമിനാണ് ആക്രമണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഒക്ടോബർ 25 ചത്തോഗ്രാമിൽ ഹിന്ദു സംഘടനകൾ നടത്തിയ റാലിക്കിടെ ദേശീയ പതാകയ്ക്ക് മുകളിൽ കാവിക്കൊടി കെട്ടി അപമാനിച്ചതിനാണ് ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുൻ MP ഫിറോസ് ഖാന്റെ പരാതിയിൽ ഒക്ടോബർ 31 കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള 19 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊട്വാലി പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ധാക്കയിലെ ഹസ്രത്ത് ഷഹ് ജലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മെട്രോപൊളിറ്റൻ പോലീസ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം നിഷേധിച്ചതോടെ ചിറ്റഗോങ്ങിൽ ജയിലിൽ കഴിയുകയാണ് കൃഷ്ണദാസ്. ഇപ്പോൾ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്കോൺ എന്ന സംഘടനയുടെ മുൻ നേതാവും വാക്താവുമായിരുന്നു കൃഷ്ണദാസ്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് 2024 ജൂലൈയിൽ ചിന്മയ് കൃഷ്ണദാസിനെ ഇസ്കോൺ പുറത്താക്കിയതാണ്. അപമാനിതനായ കൃഷ്ണദാസ് തെക്കുവടക്ക് നടക്കുന്നതിനിടെയാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താകുന്നത്. ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ അരങ്ങേറിയപ്പോൾ ഹസീനക്ക് പിന്തുണ നൽകിയ ചില ഹിന്ദു കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടു. അവസരം മുതലാക്കി രംഗത്തിറങ്ങിയ കൃഷ്ണദാസ് ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന വ്യാജ പ്രചാരണവുമായി രംഗം കൊഴുപ്പിച്ചു. ഹിന്ദു സമൂഹത്തിന്റെ പുതിയ നേതാവാകാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതിനു പിന്നിൽ. ഈ സമയത്താണ് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നു എന്ന് അവകാശപ്പെടുന്ന ബംഗ്ലാദേശ് സൊമ്മിലിറ്റോ സനാതനി ജാഗരൺ ജ്യോതിന്റെ വാക്താവായി അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ
ഇസ്കോൺ ആദ്യം പറഞ്ഞത് ചിന്മയ് കൃഷ്ണദാസിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുകയില്ല എന്നുമായിരുന്നു. 1966 ജൂലൈ 13 ന്യൂയോർക്ക് സിറ്റിയിൽ രൂപം കൊണ്ട ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഗൗഡീയ വൈഷ്ണവ പ്രസ്ഥാനമാണ് ഇസ്കോൺ. ഹരേ കൃഷ്ണ മൂവ്മെന്റ് എന്നും അറിയപ്പെടുന്ന പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത് അഭയ് ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദയാണ്. കൃഷ്ണനെ ആരാധിക്കുന്ന പ്രസ്ഥാനത്തിന് കീഴിൽ ലോകത്താകെ 10 ലക്ഷത്തിലധികം വിശ്വാസികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലായി 700-ലധികം ഇസ്കോൺ കേന്ദ്രങ്ങളുണ്ട്. പശ്ചിമ ബംഗാളിലെ മായാപൂർ ആണ് ഇന്ത്യയിലെ ആസ്ഥാനം. എന്നാൽ ബംഗ്ലാദേശിൽ ഇസ്കോൺ നിരോധിക്കണമെന്ന് വ്യാപകമായ ആവശ്യമാണ് ഉയരുന്നത്. ഷെയ്ഖ് ഹസീനക്കെതിരെ പോരാട്ടം നടത്തിയവരുടെ കൂടി കണ്ണിലെ കരടാണിപ്പോയവർ. ഇസ്കോൺ അവാമി ലീഗിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയാണെന്നും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുമാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് പിന്തുണ നൽകുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റർ ഹസ്നത്ത് അബ്ദുള്ള ആരോപിച്ചത്. ഇസ്കോണിനെ നിരോധിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്കോണിനെ നിരോധിക്കണമെന്ന ഹർജി ബംഗ്ലാദേശ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത ഉടൻ കൃഷ്ണദാസിനെ തള്ളിപ്പറഞ്ഞ ഇസ്കോൺ ഇപ്പോൾ പക്ഷേ അയാൾക്ക് അനുകൂലമായി രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയമാണ്. ചിന്മയ് കൃഷ്ണദാസിന് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബംഗ്ലാദേശിൽ സംഘർഷം രൂക്ഷമാകുന്നത്. കൃഷ്ണദാസിനെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2000-ഓളം വരുന്ന ജനക്കൂട്ടം പോലീസ് വാഹനം 2 മണിക്കൂർ നേരത്തേക്ക് തടഞ്ഞുവെച്ചു. പ്രതിഷേധക്കാർ ഇഷ്ടിക ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ആക്രമിച്ചതോടെ പോലീസ് അക്രമികൾക്ക് നേരെ ലാത്തിയും ഗ്രനേഡും ഡിയർ ഗ്യാസും പ്രയോഗിച്ചു. കോടതി പരിസരത്ത് അക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ 10 പോലീസുകാരുൾപ്പെടെ 37 പേർക്ക് പരിക്കേറ്റു. ഇതിനിടെയാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൈഫുൽ ഇസ്ലാമിന് ജീവൻ നഷ്ടമായത്. ആക്രമണങ്ങളെ ഇന്ത്യൻ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയും കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസിന് നേരെ നടന്ന ആക്രമണങ്ങളുമെല്ലാം ബംഗ്ലാദേശികളെ ഇന്ത്യയുമായി കൂടുതൽ അകറ്റുന്നതായി. ഹസീനക്ക് അഭയം നൽകിയതു മുതൽ ഇന്ത്യയുമായി ആരംഭിച്ച അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നതായിരുന്നു ഈ സംഭവങ്ങൾ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. അഗർത്തലയിൽ പ്രതിഷേധക്കാർ പതാക സ്തംഭം നശിപ്പിക്കുകയും ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയെ അവഹേളിക്കുകയും അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിലെ സ്വത്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതായി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആരോപിച്ചു. നയതന്ത്ര ദൗത്യങ്ങളെ സംരക്ഷിക്കേണ്ടത് ആതിഥേയ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും ബംഗ്ലാദേശ് ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കണമെന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.